ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സമ്മിഫ്സ് ഫംഗ്ഷനെ പറ്റിയാണ്. അതായത് ഇതാണ് നമ്മളുടെ ഡേറ്റാബേസ്. ഓക്കെ, ഈ ഡേറ്റാബേസിൽ ഇപ്പം റാം നോക്കിയ ഡീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റാം ആപ്പിള് പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ നോക്കിയോ ഡീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഷീറ്റ്. ഓക്കെ, ഇത് നെയിം, ഇത് പ്രോഡക്റ്റ്, ഇത് ഡേറ്റ് വൈസ്, ഇത് യൂണിറ്റ്, ഇത് റുപ്പീസ്. ഓക്കെ, അപ്പോൾ നമുക്കിത് രണ്ട് ക്രൈറ്റീരിയ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാം എത്ര, ഇപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് റാം പല പ്രോഡക്റ്റുകൾ ഡീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയേണ്ടത് റാം എത്ര രൂപ ടോട്ടൽ ഓവറോൾ എത്ര സെയിൽ എമൗണ്ട് ഉണ്ട് റാമിന് എന്ന് അറിയണമെങ്കിൽ സമ്മിഫ് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം. ഓക്കെ, ഈസ് ഈക്വൽ ടു സം ifs ബ്രാക്കറ്റ് ഓപ്പൺ സം റേഞ്ച്, അതായത് ഈ എമൗണ്ട് ആണ് ഫുൾ. അപ്പോൾ ഇത് മൊത്തം സെലക്ട് ചെയ്യുക ആദ്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, സം റേഞ്ച് കഴിഞ്ഞു, അത് കഴിഞ്ഞ് കോമ ഇടുക, അത് കഴിഞ്ഞ് ക്രൈറ്റീരിയ റേഞ്ച് 1. അതായത് നമ്മുടെ ഇവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാം ആണ്. അപ്പോൾ റാം അതിൻ്റെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് കോമ ഇടുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റാമിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ ക്രൈറ്റീരിയ. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയും എമൗണ്ട് വരും. ഇതാണ് റാം ഫുൾ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടിയ എമൗണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 2/1/2018 എത്ര രൂപ നമുക്ക് കിട്ടി എന്നറിയണമെങ്കിൽ ഇതേ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അതായത് ഈസ് ഈക്വൽ ടു സം ifs, അത് കഴിഞ്ഞ് സം റേഞ്ച്, അതായത് രൂപയുടെ കാര്യമാണല്ലോ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓവറോൾ രൂപ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കോമ ഇടുക, അത് കഴിഞ്ഞ് ക്രൈറ്റീരിയ റേഞ്ച് 1 എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ക്രൈറ്റീരിയ ഇതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഞ്ചാണ് ചോദിക്കുന്നത്. എവിടെയാണ് റേഞ്ച്? ഇവിടെയാണ്. ഈ ഡേറ്റ് ആണ്. ഡേറ്റ് മൊത്തവും ഇതാണ് ഡേറ്റ് ക്രൈറ്റീരിയ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം സെലക്ട് ചെയ്യുക, ഇത് റേഞ്ചാണ്. അത് കഴിഞ്ഞ് കോമ ഇടുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ക്രൈറ്റീരിയ 1. അതായത് എന്താണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതായത് 2/1/2018 എത്ര ആ ദിവസത്തെ എത്ര സെയിൽ എമൗണ്ട് ആണെന്നാണ്. അപ്പം ഇതങ്ങോട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. കണ്ടോ? അപ്പോൾ ഇത്രയാണ്. ഇപ്പം 2/1/2018 15,000 അതുപോലെ തന്നെ 90,000 രൂപ വരുന്നുണ്ട്. അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് ഇത്രയും കിട്ടുന്നത്. ഓക്കെ, 1,05,000 രൂപ കിട്ടുന്നത്. ഇനി ഇത് ഒരു ക്രൈറ്റീരിയ വെച്ച് പറയുന്ന കാര്യമാണ് ഈ മുകളിലത്തെ. ഇനി രണ്ട് ക്രൈറ്റീരിയ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഡീൽ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ റാം എത്ര സെയിൽ എമൗണ്ട് കിട്ടി എന്നാണ് ഈ ഫസ്റ്റ് ക്രൈറ്റീരിയയിൽ പറയുന്നത്. പക്ഷേ ഈ സെക്കൻഡ് ക്രൈറ്റീരിയയിൽ പറയുന്നത് റാം നോക്കിയ സെയിൽ വിറ്റതിൻ്റെ കാശ് എത്ര, അത് നമുക്ക് ഈ സമ്മിഫ് ഫംഗ്ഷനിൽ കൂടെ മനസ്സിലാക്കണം. ഓക്കെ, നമുക്കെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോവാണ്. ഈസ് ഈക്വൽ ടു സം if, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ, എന്നിട്ട് ഇവിടെ സം റേഞ്ച് എത്ര രൂപ എന്നല്ലേ. അപ്പം ഇതാണ് സം റേഞ്ച് എന്ന് പറയുന്നത്. അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്രൈറ്റീരിയ റേഞ്ച് 1, അതായത് നമ്മളുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാം ആണ്. അപ്പം റേഞ്ചാണ് നോക്കേണ്ടത്. ഇതാണ് ക്രൈറ്റീരിയ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇത് മൊത്തം സെലക്ട് ചെയ്യുക, എന്നിട്ട് കോമ ഇടുക. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? റാം. അപ്പോൾ റാമിനെ നമ്മൾ സെലക്ട് ചെയ്യുക, അതാണ് ക്രൈറ്റീരിയ ഫസ്റ്റ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞ് കോമ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ കഴിഞ്ഞു. ഇനി നമ്മുടെ സെക്കൻഡ് ക്രൈറ്റീരിയയിൽ വരുന്നതാണ് ഇവിടെ നോക്കിയ. ഇത് കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഇത് നോക്കിയ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയയുടെ ആ റേഞ്ച്, അതായത് എല്ലാ പ്രോഡക്റ്റിൻ്റെ ആ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കോമ ഇടുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്രൈറ്റീരിയ 2 സെലക്ട് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഓക്കെ, അപ്പോൾ റാം നോക്കിയ വിറ്റതിൻ്റെ കാശാണ്
ഇവിടെ റാം നോക്കിയ വിറ്റതിൻ്റെ 85,000 രൂപയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റാം നോക്കിയ വിറ്റതിൻ്റെ 20,000 രൂപയുണ്ട്. അങ്ങനെ രണ്ടും കൂടെ കൂട്ടിയിട്ട് കിട്ടുന്ന ആ എമൗണ്ട് ആണ് 1,05,000 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി 2/1/2018 LG എത്ര സെയിൽ ചെയ്തു എന്നറിയണമെങ്കിലും ഈ ഫോർമുല വെച്ച് യൂസ് ചെയ്യാം. ഈക്വൽ ടു സം ഈഫ്സ് കൊടുക്കുക. അത് കഴിഞ്ഞ് സം റേഞ്ച് എത്ര രൂപ എന്ന് പറയുമ്പോൾ സം റേഞ്ച്, അതായത് ഇത് ഫുൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് കോമ ഇടുക. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണ്? ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ 2/1/2018 ഡേറ്റ്. അപ്പോൾ ആ ഡേറ്റ് മൊത്തവും നമ്മൾ സെലക്ട് ചെയ്യുക. ആദ്യം റേഞ്ച് ആദ്യം സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കോമ ഇടുക. അത് കഴിഞ്ഞ് നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്ത ക്രൈറ്റീരിയ ആണ് LG. ഇവിടെ L മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഇവിടെ LG എന്നാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫുൾ പ്രോഡക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് കോമ ഇടുക. എന്നിട്ട് നമ്മൾ ഈ LG എന്നുള്ള L90 എന്ന് പറഞ്ഞ ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, എൻ്റർ. ഇവിടെ 0. എന്തുകൊണ്ടാണ് 0 വന്നത്? ഈ ടേബിളിൽ നോക്കിയേ 2/1/2018 LG എന്തെങ്കിലും വിറ്റിട്ടുണ്ടോയെന്ന് ഇല്ല. അതുകൊണ്ടാണ് 0 വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സമ്മിഫ് ഫങ്ഷൻസ് നമ്മൾ ചെയ്യുന്നത് എക്സലിൽ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.